നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം. ഫസ്റ്റ് ഓഫ് ഓൾ അത് കാരണം ഒരു തരത്തിൽ നമുക്ക് സമാധാനം ഇല്ല. എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പം ജസ്റ്റ് സൗണ്ട് കേട്ട് എല്ലാം ഫുൾ ഷേക്ക് ആവുമായിരുന്നു. മൊത്തം എല്ലാം പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറഞ്ഞാലും കേൾക്കുമ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന സമാധാനം കിട്ടത്തില്ല. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒരുമിച്ചാണ് നോ പ്രോബ്ലം. ഇത് ആർമിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതലൊന്നും സംസാരിക്കാനൊന്നും പറ്റത്തില്ല, ഷെയർ ചെയ്യാൻ പാടില്ല, അതാണ് റൂള്. ഈ സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. വളരെ വിഷമിച്ച് ഇന്നലെ അടിച്ച ടെൻഷൻ എന്ന് പറഞ്ഞാൽ ചില്ലറ ഒന്നുമല്ല. ടെൻഷൻ എന്ന് പറഞ്ഞാൽ നല്ലോണം ടെൻഷൻ അടിക്കുകയാണ്. പിന്നെ നമുക്ക് നമ്മൾ വണ്ടി ഓടണ്ടേ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ചില സിറ്റുവേഷൻസ് എന്നും ഈ സിറ്റുവേഷൻസ് ഇതുപോലെ പെർമനന്റ് നിൽക്കത്തില്ല, എങ്കിലും ഓരോ സിറ്റുവേഷൻസ് ആണ് ഞാൻ പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറേ വിവരമില്ലാത്ത വിഡ്ഢികൾ പ്രചരിപ്പിച്ചു വിടുന്ന വാർത്തകളും കൂടെ കാണുമ്പോഴത്തേക്കും നമുക്ക് രോക്ഷം വരും. പല കാര്യങ്ങൾ പറയാനും പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നമ്മുടെ ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പം അത് കാരണം ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് ഈ ഒരു ഇത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാം ഫൈൻ ആണെങ്കിലും നമ്മൾ എപ്പോഴും നമുക്കൊരു ഇതാണ്. കാരണം ഞാൻ ഇപ്പോൾ ഒരു 5-6 തവണ അവിടെ പോകാൻ വേണ്ടി നിന്നിട്ട് സൈൻ ആവാത്തതിൻ്റെ പ്രോബ്ലത്തിൽ പോയിരുന്നതാണ്. ഇപ്പം ഇന്ന് ഞാൻ ചിന്തിച്ചെന്താണെന്ന് വെച്ചാൽ ഇത്ര ഇൻസിഡൻറ്റ് വന്നപ്പോൾ ഞാനപ്പോൾ ചിന്തിച്ചു, നമ്മൾ ഒരുമിച്ചായിരുന്നെങ്കിൽ നോ പ്രോബ്ലം, നമ്മൾ ഒരുമിച്ചാകുമ്പോൾ നമുക്ക് അത്രയും പേടിയില്ല. ഇപ്പം ഞാൻ ഇരുന്ന രാജസ്ഥാൻ അവിടെയൊക്കെ അലേർട്ടാണ്. അവിടെയും താമസിക്കുന്നവർ എല്ലാവരും, ഹസ്ബൻഡും എല്ലാ സാറുമാരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിരിക്കുകയാണ്. ഇൻഫർമേഷൻസ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിരിക്കുകയാണ്. ഇപ്പം ലീവിന് വരേണ്ട ആളാണ് എൻ്റെ ഹസ്ബൻഡൊക്കെ. പിന്നെ പറയാന്ന് വെച്ചാൽ ഇന്നലത്തെ ദിവസം സത്യം പറഞ്ഞാൽ വി വാണ്ട് പീസ്. കാരണം എന്താ വെച്ചാൽ ഇന്നലത്തെ ഒരു രാത്രി തൊട്ട് ഇന്ന് ഈ നിമിഷം വരെയും ടെൻഷൻ എന്ന് പറയുന്ന അടിച്ച് ബാക്കിയുള്ളൊരു ന്യൂസ് കണ്ട് സത്യം പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓർക്ക് എന്തിനായിരിക്കും ഭ്രാന്ത് പിടിച്ചതെന്ന്. എൻ്റെ ഹസ്ബൻഡും ഈ ഇൻസിഡൻറ്റ് നടന്ന് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് യൂണിറ്റ്.